രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിനെ ചൊല്ലി സിപിഎം കോൺഗ്രസ് രാഷ്ട്രീയ പോര്. വയനാട്ടിലെത്തിയാൽ രാഹുൽ ഗാന്ധിയെ ശക്തമായി രാഷ്ട്രീയമായി നേരിടുമെന്ന് സിപിഎം പറയുന്നു. എന്നാൽ അന്ധമായ കോൺഗ്രസ് വിരോധം മൂലം സിപിഎം ഹിമാലയം മണ്ടത്തരം ചെയ്യുകയാണെന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചു. ദേശീയതലത്തിൽ ബി.ജെ.പി. വിരുദ്ധ ചേരിയിൽ ഒന്നിച്ചു നിൽക്കെ കേരളത്തിലെത്തി രാഹുൽ ഗാന്ധി ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നത് ആദ്യം ചോദ്യം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കോൺഗ്രസിന്റെ മുഖ്യശത്രു ബി.ജെ.പി. അല്ല, ഇടതുപക്ഷമാണെന്ന തോന്നലുളവാക്കാനേ ഈ നീക്കം ഉപകരിക്കൂ എന്നാണ് സിപിഎം നിലപാട്. രാഹുൽ ഗാന്ധി വന്നാലും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം തന്നെ കാഴ്ചവെക്കും. അല്ല മുഖ്യ എതിരാളി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് മുഖ്യ എതിരാളി എന്ന സന്ദേശമാണ് ഈ സ്ഥാനാർത്ഥിത്വം നൽകുന്നത്. അതേസമയം മോഡിക്കെതിരായ മതേതര സഖ്യത്തിന് പിന്തുണ നൽകുന്ന പിണറായി വിജയൻ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനെ എന്തിനെതിർക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ ചോദ്യം. ദേശീയതലത്തിൽ ബി.ജെ.പിക്കെതിരെയാണ് മത്സരം. ബി.ജെ.പിയെ എതിർക്കുന്നതിനേക്കാൾ ശക്തമായിട്ടാണ് രാഹുലിന്റെ വരവിനെ സിപിഎം എതിർക്കുന്നത്. കേരളത്തിലെ സിപിഎം നേതാക്കൾ മുൻകാലങ്ങളിൽ ദേശീയതലത്തിൽ കോൺഗ്രസ് ബന്ധത്തെ എതിർത്തിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നു അല്ലെങ്കിൽ വയനാട്ടിൽ മത്സരിക്കുന്നു എന്നുള്ള ഒരാവശ്യം ഞങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ ഞങ്ങൾ കരുതിയത് ബി.ജെ.പി. ആയിരിക്കും ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് എന്നാണ്. എന്നാൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളാണ്, സിപിഎം നേതാക്കന്മാരാണ് ഏറ്റവും വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ദേശീയ രാഷ്ട്രീയം പറഞ്ഞാണ് രാഹുൽ ഗാന്ധിയുടെ വരവിനെ സിപിഎം എതിർക്കുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധി എത്തിയാൽ ഉണ്ടാകുന്ന യു.ഡി.എഫ്. അനുകൂല തരംഗം ഭയന്നാണ് സിപിഎം നീക്കമെന്ന് കോൺഗ്രസും തിരിച്ചടിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.